ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹൈഷി ഡയറീസ്. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് അച്ചാറാണേ. അപ്പോൾ ബീഫ് നന്നായിട്ട് കഴുകി വാരിയാണ് കേട്ടോ. എത്ര വെള്ളത്തിൽ കഴുകണം അത്രയും വെള്ളത്തിൽ ഞങ്ങൾ കഴുകി മാറ്റുന്നുണ്ട്. കഴുകി മാറ്റി അതിൻ്റെ വെള്ളം തോർന്നതിന് ശേഷം കുക്കറിലോട്ട് മാറ്റുന്നുണ്ട്. കുക്കറിലോട്ട് ബീഫ് മാറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളിടയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത് മൂന്നും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വെന്ത് പിരിഞ്ഞൊന്നും പോകണ്ട, ഒരു ആവശ്യത്തിനുള്ള വേവ് മതിയാവും. അതിലോട്ട് ഞങ്ങൾ വേവിച്ച് വെച്ച ബീഫിനെ നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. എണ്ണയിലിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റണം. ഒരുപാട് മൂക്കണ്ട, ആവശ്യത്തിന് മാത്രം മൂപ്പിച്ചാൽ മതി. കാര്യം അച്ചാർ അല്ലെങ്കിൽ ഒരുപാട് ക്രിസ്പി ആയിപ്പോവും. അപ്പോൾ നമുക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത്തിരി ഒന്ന് സോഫ്റ്റായിട്ട് ഒന്ന് വറുത്ത് മാറ്റണം. ഈ വറുത്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. നല്ല കടല കഴിക്കുന്നത് പോലെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും ഈ മഴയത്ത്. അപ്പോൾ നല്ല ഇത്രയും പരുവത്തിന് നമ്മളൊന്ന് മൂപ്പിച്ച് മാറ്റി എടുത്തതിന് ശേഷം ബാക്കി നമ്മളെങ്ങനെ അച്ചാറിടുന്നോ അതുപോലെ ആയിരിക്കും ഇടേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ ഈ ബീഫ് വറുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല മഴയത്ത് ഈ ബീഫ് ഇങ്ങനെ വറുത്ത് മാറ്റിയത് പിറക്കി കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ് അല്ലേ ഗൈസ്. അത് പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് ഒരു കട്ടനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. ബീഫ് അപ്പോൾ നമ്മൾ ചട്ടി കിടന്ന് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണേ. ഇത് ബീഫിലോട്ട് ഇടാം. അച്ചാറിലോട്ട് ആവശ്യമായ പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി നീളത്തിന് അരിഞ്ഞ് വെച്ചത്. വെളുത്തുള്ളി നമ്മുടെ മറ്റേ വലിയ വെളുത്തുള്ളിയാണേ. വലിയ വെളുത്തുള്ളി നമുക്ക് എത്ര വെളുത്തുള്ളി ഇട്ടാലും നമുക്ക് ആവശ്യത്തിനായ വെളുത്തുള്ളി. തീരെ ഒരുപാട് അങ്ങ് വേണ്ട, എന്നാൽ തീരെ ഇടാതിരിക്കുകയും വേണ്ട, ആ രീതിക്ക്. പിന്നെ ബീഫ് നന്നായിട്ട് ഇപ്പോൾ വറുത്ത് കോരിയിട്ടുണ്ട്. 2-3 സ്റ്റെപ്പ് ഇപ്പോൾ വറുത്ത് കോരുന്നുണ്ട് ഞങ്ങൾക്ക്. നിങ്ങൾക്ക് എത്രയാണോ ബീഫ് കിട്ടുന്നത് അത്രയിലിടാൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് അതനുസരിച്ച് മാറും. ഇനി ആ എണ്ണ മാറ്റിയതിന് ശേഷം നല്ലെണ്ണ അച്ചാറിടാൻ ആവശ്യമായിട്ട് നമ്മൾ നല്ലെണ്ണ വീട്ടുന്നുണ്ട് ചട്ടിയിലോട്ട്. ഇനി എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. ഇനി കടുക് ഒന്ന് ചൂടായി പൊട്ടിയതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസും ഞങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുപ്പിലാണ് വേവിക്കുന്നത്. മഴയത്ത് അടുപ്പിൽ വയ്ക്കുന്നതാണ് ഒരു നല്ല ഇതല്ലെങ്കിൽ ബീഫൊക്കെ വേവാനായിട്ട് ഗ്യാസിൽ വയ്ക്കുന്നതിനേക്കാളും നല്ലത് അടുപ്പിലായിരിക്കും. അപ്പോൾ നമ്മൾ കടുക് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടുന്ന സമയം നമുക്ക് പച്ചമുളക് ചതച്ചത് ഇതിലോട്ട് എണ്ണയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പച്ചമുളക് ചതച്ചത് നമ്മൾ ബീഫ് അച്ചാറിലോട്ട് ഒരുപാട് പച്ചമുളക് ഒരുപാട് ആഡ് ചെയ്യുന്നു വേണ്ട, കുറച്ച് മതി. ഒരുപാട് ആഡ് ചെയ്താൽ നല്ല എരിയായി പോകും. അപ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്, അതുകൊണ്ട് ഒരുപാട് ഓവറായിട്ട് എരി വരും. എരിവ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല, എരിവ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി നീളത്തിന് അരിഞ്ഞതാണ്. ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇതിലോട്ട് ആഡ് ചെയ്യണം. ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മൂക്കണം. നല്ലൊരു ബ്രൗൺ കളർ, ഒരുപാട് അങ്ങ് ബ്രൗൺ ആവേണ്ട, ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ വെച്ച് എണ്ണയിലിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ബീഫ് വേവിക്കാൻ നേരത്തെ അതിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അത് അതിലോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ എണ്ണ കുറവായിരുന്നു, അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഇത് മൂത്ത് വന്നിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടി ഐറ്റംസ് ഇടുകയാണ്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി തന്നെ നമ്മൾ സാധാ എരിയുള്ള മുളക് പൊടി ഇടുന്നുണ്ട്, മറ്റേ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ എരിക്ക് ആവശ്യമായ മുളക് പൊടി, പിന്നെ വറ്റൽമുളക് ചതച്ചത്, പിന്നെ കായപ്പൊടി, പിന്നെ വിനാഗിരി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്
കുഴമ്പ് പരുവത്തിലോട്ട് ആക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ച് ബീഫ് തട്ടി കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അച്ചാറിൻ്റെ രൂപത്തിലോട്ട് നമ്മൾ മാറ്റിയെടുക്കുകയാണ്. ഇത് ആ ചെറു തീയിൽ തന്നെയാണ് ഞങ്ങൾ ഇളക്കി, ചട്ടി അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടില്ല. ആ ചെറു തീയിൽ കിടന്ന് തന്നെ ഞങ്ങൾ ഇളക്കി എടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇപ്പോൾ നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ നോക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.